പാലക്കാട് ടൗണിനെ ഒരു 10 അടി പൊക്കത്തിൽ ഇട്ട് നിറയ്ക്കാനുള്ള മണ്ണ് മലമ്പുഴ ഡാമിൽ തന്നെയുണ്ട്. മലമ്പുഴയുടെ സ്റ്റെബിലിറ്റി ഒന്നും ഒരു സ്റ്റെബിലിറ്റിക്കും ഒരു കുഴപ്പവും വരാത്താതെ പിന്നീട് എന്താ പറയുക, ഇത്ര മീറ്റർ അകലെ നിന്ന് മാത്രമേ ഈ ഡാമിൻ്റെ ഒറിജിനൽ ഡാം, ആ ഡാം നിൽക്കുന്ന ആ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് സ്ട്രക്ചറിൽ നിന്നും വിട്ട് ഇത്ര മീറ്ററിൽ നിന്ന് മാത്രമേ വരാവൂ, അത്രയും വാരിയാൽ മതി. അപ്പോൾ ഈ മരമുറിയും പാറ ഖനനവും ഈ ഉരുൾപൊട്ടലുകൾക്കൊരു കാരണമാകുന്നു എന്ന് സത്യം തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എൻ്റെ ചെറുപ്പകാലം വരെയാണ് പാസ് കൊടുത്ത് മണൽ വാരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. എൻ്റെ ഫാദറിന് കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർ, PWD കോൺട്രാക്ടർ ആയതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് മേഖലകളായിട്ട് നമുക്ക് പരിചിതമാണ്. ഇപ്പോൾ ഈ പൊട്ടിക്കുന്ന പാറയുടെ ഒരു 60% മുതൽ 80% വരെ ഇത് എം സാൻഡ്, പി സാൻഡ് പോലെയുള്ള മെറ്റീരിയലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മുടെ ഡാമുകളിലും പുഴയിലും നിറയെ മണൽ നിക്ഷേപങ്ങളുണ്ട്. ഈ മണൽ വാരി വിറ്റാൽ, അത് സർക്കാർ സംവിധാനത്തിൽ തന്നെ വിറ്റാൽ ഖജനാവിലേക്ക് വലിയ ഒരു പണം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. പുഴയുടെ നീരൊഴുക്ക് കൂടുകയും ചെയ്യും. ഞാനത് അങ്ങയോട് ചോദിക്കാനുള്ള കാരണം, അങ്ങനെ ഈ പറയപ്പെടുന്ന മലമ്പുഴ ഡാമുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പഠനത്തെ പറ്റി പറയുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാരുകൾ ഈ വലിയൊരു നിധി നമ്മുടെ നദികളിലും ഡാമുകളിലും കിടക്കുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാതെ പ്രകൃതിക്ക് പ്രശ്നമുണ്ടാക്കുന്ന പാറ ഖനനത്തെ പ്രൊമോട്ട് ചെയ്യുന്നത്? അല്ല, അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ശരിയായ ദിശയിലാണ് ചിന്തിക്കുന്നത്. അതായത് നമ്മുടെ ഡാമുകൾ കാലാകാലമായി വെള്ളം ഒഴുകി എത്തുന്നതിൻ്റെ കൂടെ മണ്ണും ചെളിയും മറ്റു മെറ്റീരിയൽസും എല്ലാം ഒഴുകി ഡാമിലെത്തുന്നു. ഈ ഡാം കുറേ കാലം കഴിയുമ്പോൾ അത് ഈ ചെളിയും ബാക്കിയെല്ലാം കോരി വൃത്തിയാക്കി ആ ഡാമിൻ്റെ ഡിസൈൻ സമയത്ത്, അത് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്തുള്ള ആ പ്രൊഫൈൽ, എർത്തിൻ്റെ പ്രൊഫൈൽ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഡാമിനൊരു കുഴപ്പമില്ല. പക്ഷെ ഡാമിനോട് ചേർന്ന് കുറച്ച് സ്പേസ് പറയും, അവിടെ മണ്ണ് വാരാൻ പാടില്ല, മണ്ണൊന്നും ഡ്രഡ്ജ് ചെയ്യാൻ പാടില്ലെന്ന് പറയും. ആ ഭാഗം വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഉള്ള ചെളിയും ഇതിനകത്തുള്ള മണ്ണും ഒക്കെ നമ്മൾ കോരിയെടുക്കുകയാണെങ്കിൽ, ചെളി എന്ന് പറയുന്നത് പേരിന് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ മണ്ണിനെ കോരിയെടുക്കുകയാണെങ്കിൽ കേരളത്തിലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള മണ്ണ് കുറേ കാലത്തേക്ക് ലഭിക്കും. അത് പുഴകളിൽ വേറെ ഇപ്പോൾ പുഴകളിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മണൽ മാഫിയയുടെ പ്രവർത്തനം കൊണ്ട് ശോഷിച്ച് നശിച്ചു പോയ പുഴകളുണ്ട്. പക്ഷേ പുഴകളിൽ മണ്ണ് നീക്കം ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ പമ്പയിൽ പല സ്ഥലത്തും മണ്ണിൻ്റെ ഡെപ്പോസിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, വളരെയധികം ഡെപ്പോസിറ്റ് കണ്ടിട്ടുണ്ട്. ആ ഡെപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വാട്ടർ ടേബിൾ താഴുമെന്നും, വാട്ടർ ടേബിൾ താഴ്ന്നു കഴിഞ്ഞാൽ ആ സമീപത്തുള്ള കിണറുകളിലെ വെള്ളം താഴുമെന്നും, അത് കഴിഞ്ഞാൽ പിന്നീട് ഈ വേമ്പനാട് ലേക്കിലെ ഉപ്പുവെള്ളം, കടലിൽ നിന്ന് വരുന്ന ഉപ്പുവെള്ളം പുഴയിലോട്ട് കയറുമെന്നും, അങ്ങനെ പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാവുമെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ ഈ മണ്ണ് വളരെ പൊക്കത്തിൽ കിടക്കുന്ന മണ്ണ് എടുത്ത് മാറ്റുകയാണെങ്കിൽ വാട്ടർ ടേബിൾ താരില്ല, വെള്ളത്തിൻ്റെ ലെവൽ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും, വെള്ളം ആ ലെവലിലേ നിൽക്കുള്ളൂ. കാരണം ഇതെല്ലാം വേമ്പനാട് ലേക്കുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. വേമ്പനാട് ലേക്കിൻ്റെ പല ഭാഗത്തും 4 അടിയിൽ താഴെ മാത്രമേ ഇപ്പോൾ ആഴമുള്ളൂ എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. വേണ്ടത്ര ഡെപ്ത് ഇല്ല, അവിടെയെല്ലാം നികത്തിയെടുക്കുകയാണ് ആൾക്കാർ. അപ്പോൾ ഇതും കൂടെ പറയുകയാണെങ്കിൽ നമുക്ക് നദിയിൽ ചില ഭാഗത്ത് നിന്ന് നമുക്ക് ആവശ്യത്തിലേറെ മണ്ണ് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. 2018 വെള്ളപ്പൊക്കത്തിൽ, 2018-19 കാലത്തിലെ വെള്ളപ്പൊക്കത്തിൽ ശബരിമലയിൽ പമ്പയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നമ്മളത് ഓർക്കണം. അതിനെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. അത് ഉപയോഗപ്പെടുത്തണമായിരുന്നു. അപ്പോൾ മലമ്പുഴയിലെ ഒരു കാര്യം ഞാൻ പറയാം. മലമ്പുഴയിൽ ഒരിക്കൽ ഹൈഡ്രോഗ്രാഫിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവിടെ നമുക്ക് എത്ര മണ്ണെടുക്കാൻ കഴിയുമെന്നുള്ളത്, അടിയിലെ അടിഞ്ഞുകൂടിയ മണ്ണും അതിൻ്റെ വ്യാപ്തിയെല്ലാം നോക്കിയപ്പോൾ ജസ്റ്റ് ഒരു വെറുതെ ഒരു കാൽക്കുലേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി, പാലക്കാട് ടൗണിനെ ഒരു 10 അടി പൊക്കത്തിൽ ഇട്ട് നിറയ്ക്കാനുള്ള മണ്ണ് മലമ്പുഴ ഡാമിൽ തന്നെയുണ്ട്. മലമ്പുഴയുടെ സ്റ്റെബിലിറ്റി ഒന്നും ഒരു സ്റ്റെബിലിറ്റിക്കും ഒരു കുഴപ്പവും വരാത്താതെ പിന്നീട് എന്താ പറയുക, ഇത്ര മീറ്റർ അകലെ നിന്ന് മാത്രമേ ഈ ഡാമിൻ്റെ ഒറിജിനൽ ഡാം, ആ ഡാം നിൽക്കുന്ന ആ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് സ്ട്രക്ചറിൽ നിന്നും വിട്ട് ഇത്ര മീറ്ററിൽ നിന്ന് മാത്രമേ വരാവൂ, അത്രയും വാരിയാൽ മതി, അത്രയും കിട്ടും. പക്ഷെ അത് കൃത്യമായി എടുക്കാനും
പിന്നീട് അത് ഉപയോഗപ്പെടുത്താനും നമുക്ക് കഴിയണം. അത്ര ഒരു ഡാമിലെ മണൽ വാരിയ മണൽ ഒരു വലിയ മാത്രം. ടൗൺ. ആ ഡാമിൻ്റെ വിസ്തൃതി അത്രത്തോളം ഉണ്ട്. അതിങ്ങനെ ഓരോ വർഷവും അതിൽ വന്ന് അടിയുന്ന മണ്ണാണ്. അതിനെ എടുത്ത് അതിലുള്ള ചെളിയെ വേർതിരിച്ച്, അപ്പോൾ ചെളിയെ വേർതിരിക്കുമ്പോൾ ഉടനെ അവിടെ ഉണ്ടാകുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി. പാലക്കാടിൻ്റെ ജലസ്രോതസ്സാണ്, കുടിവെള്ള സ്രോതസ്സാണ് മലമ്പുഴ ഡാം. അതിനെ കലക്കുകയാണ്. അപ്പോൾ പാലക്കാടിൻ്റെ കുടിവെള്ള സ്രോതസ്സിനെ മുടക്കുകയാണ്. ഈ രീതിയിൽ പൊങ്ങിയാൽ എന്താ പറയുന്നത്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വന്ന് ഇതിനെ തടസ്സപ്പെടുത്തി അങ്ങനെ വരരുത്. ഇത് കുടിവെള്ളമായിട്ട് തന്നെ കൊടുക്കാൻ കഴിയും. അതിനുള്ള ടെക്നോളജി എല്ലാം നമുക്കുണ്ട്. ഈ മണ്ണ് കോരിയെടുക്കാനുള്ള ടെക്നോളജി ഉണ്ട്. ഒരു സ്ഥലവും മലിനമാകാതെ ഇത് കൊണ്ടുപോകാനുള്ള ടെക്നോളജി നമുക്കുണ്ട്. എന്തുകൊണ്ട് വിനിയോഗിക്കുന്നില്ല? ഈ കേരളത്തിലെ എത്ര ഡാമുകളുണ്ട്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാമുകളുണ്ട്, അല്ലാതെ കാർഷിക ആവശ്യങ്ങൾക്ക്, ഇപ്പോൾ പിന്നീട് നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇറിഗേഷൻ പർപ്പസിലേക്ക് വേണ്ടിയിട്ടുള്ള ഡാമുകളുണ്ട്, കുടിവെള്ളം കൊണ്ടുവരാൻ നമ്മൾ കെട്ടിയിട്ടുള്ള ഡാമുകളുണ്ട്. ഇതിൽ നിന്നെല്ലാം ഇതൊക്കെ ഏകദേശം അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ 50% കൂടുതൽ മണ്ണും ചെളിയും ഒക്കെ അടഞ്ഞ് കിടക്കുകയാണ്. അതിനെയൊക്കെ കോരി വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് എന്തുമാത്രം മെറ്റീരിയൽസ് ലഭിക്കുമെന്നുള്ളത് ഒന്ന് കണക്കൂട്ടാം. അതിനേക്കാളപ്പുറത്ത് പാറഖണ്ഡം ഇല്ലാതാക്കാൻ പറ്റും. അതെ, പാറഖണ്ഡത്തിൻ്റെ 80% വേണ്ടാന്ന് വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കണം. ഇതിന് പകരം മറ്റൊരു കാര്യം ചിന്തിക്കാം. അതായത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി നമുക്കൊരിക്കലും ഇല്ലാതാക്കാൻ ഒക്കില്ല. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് വേണം. റോഡ് നിർമ്മിക്കണമെങ്കിൽ, വീട് നിർമ്മിക്കണമെങ്കിൽ, സ്കൂൾ നിർമ്മിക്കണമെങ്കിൽ, മറ്റു കാര്യങ്ങൾ, പാലം നിർമ്മിക്കണമെങ്കിൽ നിർമ്മാണ വസ്തുക്കൾ തടസ്സപ്പെടുത്താൻ പാടില്ല. അതിന് ലഭ്യത ഉറപ്പുവരുത്തണം. ആന്ധ്രാപ്രദേശ് ആ ഭാഗങ്ങളിൽ നമ്മൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ ഒരുപാട് പാറ നിറഞ്ഞ, ഒരു കാര്യത്തിന് ഉപയോഗയുക്തമാക്കാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്, ബെയർ ലാൻഡ്സ്. അവിടെയുള്ള പാറകൾ നമുക്ക് ട്രെയിൻ വഴി ഇവിടെ എത്തിക്കാൻ കഴിയുമോ? ആലോചിക്കണം. ആ പാറ എത്തിക്കാൻ കഴിഞ്ഞാൽ എത്ര M³ പാറ ഇവിടെ എത്തും? ഇപ്പോൾ തന്നെ ഒരു ലോഡ് പാറ എന്ന് പറയുന്ന കാര്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ലോഡ് പിന്നീട് 20 mm മെറ്റൽ അല്ലെങ്കിൽ 40 mm മെറ്റൽ, അതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 10 വർഷത്തെ അപേക്ഷിച്ച് 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആയി മാറി. ഒരു ലോഡ് പോലും മണ്ണ് ഫില്ല് ചെയ്യാൻ കിട്ടാത്ത ഒരവസ്ഥയായി. ഈ അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് വരണം.